നമുക്കിനി പഞ്ചാബിലെ അതിർത്തി പ്രദേശമായ അട്ടാരിയിൽ നിന്ന് വിനീത വിജി കൂടി ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, ശരിക്കും വിനീത ഈ അമൃത്സറിലും അതുപോലെ തന്നെ ഈ ഭീഷണിയിൽ നിന്ന പ്രദേശത്തുകൂടെയൊക്കെ തന്നെ തോക്കിൻ്റെ മുന്നിലൂടെ ഒക്കെ നടന്ന് യാത്രയൊക്കെ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആകെ ഒരു ഉത്കണ്ഠ ഉണ്ടായിരുന്നു. അപ്പോൾ വിനീതയ്ക്ക് എല്ലാ സംരക്ഷണം കൊടുക്കണം, സുരക്ഷ വേണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇപ്പം അന്തരീക്ഷമൊക്കെ ശാന്തമായി. ഒരു സ്ത്രീയോട് എത്രമാത്രം കരുതൽ നമ്മുടെ സമൂഹത്തിനുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് കൂടി നമ്മൾ എടുക്കുന്നു. അപ്പോൾ ഇപ്പോൾ പ്രശാന്ത സുന്ദരമാണ് ഈ പ്രദേശമെന്ന് വിശ്വസിക്കുന്നു. വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ അട്ടാരിയിലാണ്. അവിടെ നമുക്ക് ഈ കാണാൻ കഴിയുന്നത് ചെക്ക് പോസ്റ്റ് ആണ്. ഈ നിയന്ത്രണങ്ങൾ വന്നതിന് പിന്നാലെ അടച്ച ചെക്ക് പോസ്റ്റ് ആണ്. അതിപ്പോഴും ആ നിയന്ത്രണങ്ങൾ അങ്ങനെ തന്നെ തുടരുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ വിസ നിയന്ത്രണങ്ങളും ഒപ്പം തന്നെ നമുക്ക് ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് പാകിസ്ഥാനിലേക്ക് പോകാനും തിരിച്ച് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് ഇന്ത്യയിലേക്ക് വരുന്നതിനും ഒക്കെയുള്ള നിയന്ത്രണങ്ങൾ വന്നതിന് പിന്നാലെ അടച്ച അട്ടാരി ചെക്ക് പോസ്റ്റ് ആണിത്. ഇതിനപ്പുറം ഏതാണ്ട് ഒരു 700 മീറ്റർ അപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ വാഗ അതിർത്തിയാണ്. ബീറ്റിംഗ് ട്രീറ്റ് ഒക്കെ നടത്തുന്ന വാഗ അതിർത്തിയാണ് ഇതിനപ്പുറത്തേക്കുള്ള ഭാഗം. ഇവിടെയൊക്കെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിന് അപ്പുറവും ഒക്കെയായി നമ്മുടെ ജവാന്മാർ, സൈന്യമൊക്കെ ഇങ്ങനെ ഏത് നിമിഷവും അലേർട്ടായി അവരിങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ മേഖലയിലാണ് ഈ വെൽക്കം അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ലാൻഡ് ഓഫ് പോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ മേഖലയിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ, ഈ അട്ടാരി മേഖലയിലേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ തന്നെ വെരിഫിക്കേഷൻ ചെയ്യുന്നത്. അവിടെയും പൂർണ്ണമായും അടച്ചിരിക്കുന്നു. അവിടെ വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നിൽക്കുന്ന ഈ മേഖലയിലേക്ക്, ഈ ചെക്ക് പോസ്റ്റിന് പിന്നാലെയുള്ള മേഖല. ആ മേഖല നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ആ ബോർഡിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ലാഹോറിലേക്ക് 23 കിലോമീറ്റർ മാത്രമാണുള്ളത്. അത് പാകിസ്ഥാൻ ബോർഡറാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖല. ജനജീവിതം സാധാരണ നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ലെന്നൊക്കെ പറയുന്നു. പക്ഷേ അതേസമയം ഈ അതിർത്തി മേഖലകളിലേക്കൊക്കെയുള്ള നിയന്ത്രണം അതിപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മുടെ സൈന്യം ജവാന്മാരൊക്കെ ഇങ്ങനെ രാവിലെ മുതൽ അല്ലെങ്കിൽ ഒരു ഊണും ഉറക്കമൊന്നും ഇല്ലാതെ ഈ മേഖലയിൽ ഇങ്ങനെ ശക്തമായി നമുക്ക് സുരക്ഷയൊക്കെ ഒരുക്കി അവരിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോൾ ഏതാണ്ട് വിജനമായി കിടക്കുകയാണ് ഈ മേഖല. അല്ലാത്ത സമയങ്ങളിലൊക്കെ നിരവധി വാഹനങ്ങൾ ഇവിടേക്ക് എത്താറുണ്ട്. ഈ കച്ചവടത്തിനും മറ്റുമായി പോകുന്ന ആളുകളുണ്ട്. ഒപ്പം പാകിസ്ഥാനിലേക്കൊക്കെ പോകാനായി എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ വന്ന് ഈ ചെക്ക് പോസ്റ്റിൽ അവരുടെ ID പ്രൂഫും രേഖകളും ഒക്കെ കാണിച്ചതിന് ശേഷം മാത്രമാണ് അവർ ഇവിടെ നിന്ന് മറുവശത്തേക്കൊക്കെ തന്നെ കടത്തിവിടുക. ഇപ്പോൾ ആ നിയന്ത്രണങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നത്. പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. പക്ഷെ അതേസമയം നിയന്ത്രണങ്ങളും ഈ അതിർത്തിയിലുള്ള മേഖലകളിൽ വളരെ വലിയ ജാഗ്രതയും ഒക്കെ തന്നെ തുടരുന്നുണ്ട്. 6 ജില്ലകളാണ്, ഫിറോസ്പൂർ, പത്താൻകോട്ട്, അമൃത്സർ അടക്കം 6 ജില്ലകളാണ് പാകിസ്ഥാൻ അതിർത്തി പങ്കിടുന്നത്. ആ മേഖലകളിലൊക്കെ വലിയ നിരീക്ഷണം ഇപ്പോഴും തുടരുന്നുവെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ പടക്കം പൊട്ടിക്കരുത്, ഒപ്പം തന്നെ ഡ്രോണുകൾ പറത്തരുത് എന്നൊക്കെയുള്ള ഒരു നിർദ്ദേശമുണ്ട്. മറ്റ് മേഖലകളിലൊക്കെ തന്നെ ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മേഖലയിൽ ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന അട്ടാരിയിൽ ഉൾപ്പെടെ ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്ക് യാത്രാ വിലക്കുണ്ട്. ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നുള്ളവർ മറ്റ് ഭാഗത്തേക്ക് ലാഹോറിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത് 23 കിലോമീറ്റർ മാത്രമാണുള്ളത് ഇവിടെ നിന്ന് ലാഹോറിലേക്ക്. പാകിസ്ഥാനിലേക്ക് പോകരുതെന്നൊക്കെയുള്ള വിലക്കുള്ളത് കൊണ്ട് തന്നെ ഈ നഗരം പൂർണ്ണമായും വിജനമായിരിക്കുന്നു. ഈ സമീപമുള്ള കടകളൊക്കെ ഇപ്പോഴും ഇങ്ങനെ അടച്ചു കിടക്കുകയാണ്. കാരണം ഇവരൊക്കെ ഈ ആളുകൾ വരുന്നതിനും കച്ചവടത്തിനായി എത്തുന്ന ആളുകളെയും ഒക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ആ കടകളൊക്കെ ഇങ്ങനെ പൂർണ്ണമായും അടച്ചു കിടക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ കടകൾക്കപ്പുറം കാണുന്നത് ഗ്രാമമാണ്. ഇന്ത്യ പാകിസ്ഥാൻ മേഖലയോട് ചേർന്ന് കിടക്കുന്നുള്ള ഗ്രാമമാണ്. ആ ഗ്രാമത്തിലുള്ളവരൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലേക്കൊക്കെ അടക്കം. ചില ആളുകളൊക്കെ തന്നെ ഈ ഗ്രാമമേഖലകളിൽ നിന്ന് മറ്റ് ഭാഗങ്ങളിലേക്കുള്ള അവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ വീടുകളിലേക്കൊക്കെ തന്നെ മാറിയിരുന്നു. അവരൊക്കെ തിരിച്ചിപ്പോൾ അവരുടെ വീടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പഞ്ചാബിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ തുറന്ന് പ്രവർത്തിക്കും. സ്കൂളുകളൊക്കെ തന്നെ ഇന്ന് തുറക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ഈ അതിർത്തി മേഖലകളുള്ള, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഫിറോസ്പൂർ, ഗുരുദാസ്പൂർ, പത്താൻകോട്ട്, അമൃത്സർ ഉൾപ്പെടെയുള്ള ഈ അതിർത്തി മേഖലകളിലുള്ള സ്കൂളുകൾക്കൊക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ ഇന്നും അവധിയായിരിക്കും. ജനജീവിതം പൂർണ്ണമായും സാധാരണ നിലയിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ പക്ഷെ ഇപ്പോഴും ഈ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ തന്നെ ഇങ്ങനെ പൂർണ്ണമായി വിജനമായി കാണുന്ന ഒരു ദൃശ്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മുടെ ജവാന്മാർ, സൈന്യമൊക്കെ ഇങ്ങനെ ഈ അതിർത്തി മേഖലകളിൽ നമുക്ക് എല്ലാവിധ സുരക്ഷയും ഒരുക്കി അവർ ഇങ്ങനെ തന്നെ ഇവിടെ തുടരുകയാണ്. SK. ഓക്കെ, വിനീത വിജിയാണ് നമുക്കൊപ്പം ചേർന്നത്. പഞ്ചാബിലെ അതിർത്തി പ്രദേശം അട്ടാരിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി